26ാമത് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക വാർത്താ ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കലോത്സവത്തിന്റെ സമാപന ദിനത്തിൽ ഒരു അവലോകനം. കലോത്സവത്തിന് തിരശ്ശീല വീഴുമ്പോൾ അത്ര തിളക്കമാർന്ന മേളയായിരുന്നു ഗുരുവായൂരിലേത് എന്ന് പറയാനാവില്ല. ഉദ്ഘാടനം മുതലേ കല്ലുകടിയുണ്ടായിരുന്നു. ഉദ്ഘാടനവേദി രാഷ്ട്രീയക്കാരുടേതാക്കി മാറ്റി എന്നതായിരുന്നു ആരോപണം. എല്ലാ ദിവസവും മത്സരങ്ങൾ വൈകി ആരംഭിക്കുകയും ഏറെ വൈകി അവസാനിക്കുകയും ചെയ്തു. വേദികൾ പരസ്പരം മാറ്റുന്നതും വേദികളിലെ സൗകര്യക്കുറവുകളും പതിവ് കാഴ്ചയായി. പരിചമുട്ടുകളിയിൽ ചോര വാർന്ന് കളിക്കേണ്ടി വന്ന നോയലിനെ ആശുപത്രിയിലെത്തിക്കാൻ പോലും സംഘാടകരെത്തിയില്ല. മത്സരങ്ങളുടെ നിലവാര തകർച്ചയും വിധികർത്താക്കളെക്കുറിച്ച് ഉയർന്ന കോഴയാരോപണങ്ങളും കലോത്സവത്തിന്റെ നിറം കെടുത്തി. ചില പ്രശസ്ത നൃത്താധ്യാപകർ തങ്ങളുടെ ശിഷ്യർക്ക് സമ്മാനം കിട്ടണമെന്ന സ്വാർത്ഥതയുമായി കലോത്സവത്തിനെത്തുന്നത് പതിവ് കാഴ്ചയാവുകയാണ്. വലിയ പരാതിയില്ലാതെ ഭക്ഷണ വിതരണം നടത്തിയെങ്കിലും വേദികൾ തമ്മിലുള്ള അകലം പരാതിക്കിടയാക്കി. എങ്കിലും കലോത്സവത്തിൽ ഉദിച്ച പുത്തൻ പ്രതിഭകൾ പ്രതീക്ഷ നൽകുന്നതാണ്. സമ്പന്നർ പണം വാരിയെറിഞ്ഞ് തങ്ങളുടെ മക്കളെ കലോത്സവത്തിനെത്തിച്ചപ്പോൾ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നെത്തി സമ്മാനം നേടിയ പ്രതിഭകളുടെ വിജയത്തിന് നക്ഷത്ര തിളക്കമുണ്ട്. പണമില്ലാതെ മത്സരവേദിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ടി വന്ന മത്സരാർത്ഥികൾ വേദനയായി. മത്സരവേദികൾക്ക് പിന്നിൽ മത്സരാർത്ഥികളുടെ ആശാന്മാർ തമ്മിലായിരുന്നു മത്സരം മുറുകുന്നത് എന്ന് പറയേണ്ടി വരും. ഇനി പാലക്കാട്ടേക്കാണ്. 54ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിലേക്ക് കഴിഞ്ഞ തവണ കൈവിട്ടുപോയ സ്വർണ്ണക്കപ്പ് തേടിയുള്ള യാത്ര. ഇനിയുള്ള ദിനങ്ങൾ പരിശീലനത്തിൻ്റെതാവട്ടെ. നന്മ നിറഞ്ഞ മറ്റൊരു കലോത്സവ വേദിയിൽ കണ്ടുമുട്ടാം. മുകേഷ് ലാൽ, ടീം TCV. ജില്ലാ കലോത്സവങ്ങളിൽ ഇരിങ്ങാലക്കുടയുടെ ജൈത്രയാത്ര തുടരുകയാണ്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശൂർ എന്നതുപോലെ തൃശൂരിന്റെ കലാതലസ്ഥാനമായി മാറിയിരിക്കുന്നു ഇരിങ്ങാലക്കുട. വർഷങ്ങളേറെയായി കലോത്സവ വേദികളിൽ ഇരിങ്ങാലക്കുടയുടെ ജൈത്രയാത്ര തുടങ്ങിയിട്ട്. ഓരോ തവണയും കിരീടമുറപ്പിച്ചാണ് ഇരിങ്ങാലക്കുട കലോത്സവത്തിനെത്തുന്നത്. കലയുടെ പാരമ്പര്യം തന്നെയാണ് ഇരിങ്ങാലക്കുടയെ മറ്റ് വിദ്യാഭ്യാസ ഉപജില്ലകളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത്. കൂടിയാട്ടം, ചാക്യാർകൂത്ത്, തിരുവാതിരക്കളി, വിഷയം എന്തായാലും ഇരിങ്ങാലക്കുടയിലെ കുട്ടികളെത്തുന്നത് അതിന്റെ തനിമയോടെയുള്ള അവതരണ മികവോടെയാണ്. ഇവരെ പഠിപ്പിക്കുന്നത് മികച്ച അധ്യാപകരുമായിരിക്കും. പണത്തിലുമുപരി കലയെ സ്നേഹിക്കുന്നവർ. ഈ മനസ്സാണ് ഇരിങ്ങാലക്കുടയുടെ വിജയത്തിന് കാരണം. കല കലയ്ക്കു വേണ്ടിയുള്ളതാണ് എന്നതാണ് ആ നിലപാട്. രാധയുടെ വേദനയിൽ കണ്ണൻ കനിഞ്ഞു. രാധയുടെ വേദന പറഞ്ഞ് കണ്ണനോട് പാടിയ ആതിര കെ ഉണ്ണിക്ക് ലളിതഗാനത്തിൽ 1ാം സ്ഥാനം. ലളിതഗാന മത്സരത്തിലും സംസ്കൃത ഗാനാലാപനത്തിലും 1ാം സ്ഥാനമാണ് കുണ്ടുകാട് നിർമ്മല ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ആതിര കരസ്ഥമാക്കിയത്. സംഘഗാനത്തിലും വന്ദേമാതരത്തിലും ഈ വിദ്യാർത്ഥിനി A ഗ്രേഡ് കരസ്ഥമാക്കി. ചെറുപ്പം മുതൽക്കേ ഗീതാദാസ് എന്ന ഗുരുവിന്റെ കീഴിൽ ശാസ്ത്രീയ സംഗീതം അഭ്യസിക്കുന്ന ആതിര ഭരതനാട്യവും മോഹിനിയാട്ടവും പഠിക്കുന്നുണ്ടെങ്കിലും മത്സരങ്ങളിൽ പങ്കെടുക്കാറില്ല. സംഘഗാനം, വന്ദേമാതരം, ലളിതഗാനം, ഗാനാലാപനം 4 A ഗ്രേഡ് ഉണ്ട്. അതിൽ ലളിതഗാനത്തിനും സംസ്കൃതം ഗാനാലാപനത്തിനും ഫസ്റ്റ് A ഗ്രേഡ്. ഞാൻ രാധിക എന്ന് പറഞ്ഞ പാട്ടാണ് പാടിയത്. സ്കൂളിലെ മ്യൂസിക് ടീച്ചറായിട്ട് സൗമ്യ എന്ന് പറഞ്ഞ ടീച്ചറും ഞാൻ ചെറുപ്പം മുതൽ പഠിച്ചു വരുന്നത് ഗീതാദാസ് എന്ന് പറഞ്ഞ ടീച്ചർ അടുത്തുമാണ്. സ്കൂളിലെ സൗമ്യ എന്ന സംഗീതാധ്യാപിക പഠിപ്പിച്ച രാധികെ ഘനശ്യാമവർണ്ണന്റെ പ്രിയ നായികെ എന്ന് തുടങ്ങുന്ന വിഷാദ ഛായയുള്ള ഗാനമാണ് ആതിരയെ 1ാം സ്ഥാനത്തിന് അർഹയാക്കിയത്. രാധികേ രാധികേ ഘനശ്യാമവർണ്ണന്റെ പ്രിയ നായികേ പ്രജഹൃദയത്തിലെ സുരഗായികേ. കലാകാരനും വിമുക്ത ഭടനുമായ ഉണ്ണികൃഷ്ണന്റെയും ശ്രീദേവിയുടെയും മകളാണ് ആതിര. ഉപജില്ലയിൽ 6 ഇനങ്ങളിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു. ഗുരുവായൂരിൽ നിന്നും കരസ്ഥമാക്കിയ വിജയം പാലക്കാട് നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിൽ ആവർത്തിക്കാനായുള്ള ഒരുക്കത്തിലാണ് ആതിര എന്ന കലാകാരി. ജിയോ സണ്ണി, ടീം TCV. രാധികേ രാധികേ
ഹൈസ്കൂൾ വിഭാഗം സംസ്കൃതം സംഘഗാനത്തിൽ പേരാമംഗലം ദുർഗാവിലാസത്തിന് എതിരാളികളില്ല. ഹൈസ്കൂൾ വിഭാഗം സംസ്കൃതം സംഘഗാനത്തിൽ പേരാമംഗലം ദുർഗാവിലാസം സ്കൂളിന് വീണ്ടും വിജയം. ഇവർ ഒന്നാം സ്ഥാനം നേടിയപ്പോൾ കഴിഞ്ഞ തവണത്തേതിന്റെ ആവർത്തനമായി. സ്മിത, മിഥില, മേഘമോഹൻ, ശ്രീലക്ഷ്മി, അനഘ, പാർവതി, സുമ, ശ്രീലക്ഷ്മി എന്നിവരാണ് സ്കൂളിന് ഒന്നാം സമ്മാനം നേടി നൽകിയത്. വിഷ്ണു ശങ്കരമധവാ ദിനമാചാര്യം ബുധമധാന്യം അർച്ചത വിഷ്ണു ശങ്കരമധവാ ദിനമാചാര്യം ബുധമധാന്യം ഏകോ ദേവോ നാമ വിഭിന്നം നാസ്തി വിവാദോത്ര. പൂരക്കളിയിൽ മറ്റത്തൂർ ശ്രീകൃഷ്ണ സ്കൂളിന് രണ്ടാം വർഷവും ഒന്നാം സ്ഥാനം. പൂരക്കളിയിൽ ആനന്ദപുരം ശ്രീകൃഷ്ണ ഹൈസ്കൂളിന്റെ 12 വർഷത്തെ കുത്തക തകർത്താണ് കഴിഞ്ഞ വർഷം മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂൾ അട്ടിമറി വിജയം കരസ്ഥമാക്കിയത്. ഇത്തവണ തങ്ങളുടെ പൂരക്കളിയിലെ ആധിപത്യം ഉറപ്പിച്ച വിജയമായിരുന്നു ഇവർ കരസ്ഥമാക്കിയത്. കാസർഗോഡ് സ്വദേശിയായ നമ്പാൻ മാസ്റ്ററാണ് ഇവരെ പൂരക്കളി പരിശീലിപ്പിച്ചത്. വടക്കൻ മലബാറിലെ അനുഷ്ഠാന കലാരൂപമായ പൂരക്കളി സ്ത്രീകളാണ് പണ്ടുകാലത്ത് അവതരിപ്പിക്കാറുള്ളത്. രാമായണം, മഹാഭാരതം എന്നിവയിൽ നിന്നുള്ള ഈരടികളാണ് പൂരക്കളിയിൽ പശ്ചാത്തല സംഗീതമായി ഉപയോഗിക്കാറുള്ളത്. പരിശീലിപ്പിച്ചത് തമ്പാമണിക്ക് എന്ന് പറഞ്ഞാൽ കാസർഗോഡുള്ള മാഷാണ്. പൂരക്കളി കാസർഗോഡ്, കണ്ണൂർ ആ ഭാഗങ്ങളിലുള്ള ഒരു കലയാണ്. പണ്ട് സ്ത്രീകൾ കളിച്ചായിരുന്നൊരു സംഭവമാണ് പൂരക്കളി. ഇപ്പോൾ അത് നമ്മുടെ പുതിയ തലമുറയിലേക്ക് എത്തിയപ്പോൾ അത് പുരുഷന്മാർ ഏറ്റെടുത്തു. താളം ചൂടും പാട്ടുകൾ രാമായണം, മഹാഭാരതം അങ്ങനത്തെ കഥകളിലുള്ള. കളിക്കുന്നവർ തന്നെ പാടി താളത്തിനൊത്ത് ചടുല നൃത്ത ചുവടുകൾ വയ്ക്കുന്ന കലാരൂപമാണിത്. ആയോധന കലകളിലേതിന് സമാനമായി തട്ടുടുത്ത് ചുവട് വയ്ക്കുന്ന രീതിയാണ് പൂരക്കളിയുടെ പ്രത്യേകത. കഴിഞ്ഞ വർഷം മലപ്പുറത്ത് നടന്ന സംസ്ഥാന കലോത്സവത്തിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയിരുന്നുവെങ്കിലും ആദ്യ സ്ഥാനങ്ങൾ നഷ്ടമാകുകയായിരുന്നു. ഇത്തവണ കലാമേള പാലക്കാട് വിരുന്നെത്തുമ്പോൾ ആ കുറവ് പരിഹരിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് CK അമലിന്റെ നേതൃത്വത്തിലുള്ള മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിലെ ഈ സംഘം. ജിയോ സണ്ണി, ടീം TCV. നാടൻപാട്ടിൽ പഴഞ്ഞി GVHSന് എതിരാളികളില്ല. സംസ്ഥാന കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ടീമാണ് പഴഞ്ഞിയുടേത്. പ്രിയമുള്ളവരെ, പതികളിൽ പാതിരാക്കുളം തീർത്തും മുടിയാട്ടങ്ങളിൽ കൊട്ടിയും പാടിയും ആടിത്തിമർത്ത നമ്മുടെ നാടിന്റെ വംശീയ സംഗീതമായ പാക്കനാർ വിഭാഗത്തിൽപ്പെട്ട ഒരു മരംകൊട്ടിപ്പാട്ടാണ് ഞങ്ങളുടെ ആദ്യം അവതരിപ്പിക്കുന്നത്. ഏവർക്കും സ്വാഗതം. വടക്കേലെന്റെ പാപ്പനും പോയേ, വടക്കേലെന്റെ കുഞ്ഞമ്മയും പോയേ, കാര്യാങ്കോട്ട് മലയ്ക്ക് ഇറ്റയ്ക്കും പോ. ഹൈസ്കൂൾ വിഭാഗം നാടൻപാട്ടിൽ പഴഞ്ഞി GVHS പാടി നേടി. പാക്കനാർ വിഭാഗത്തിലെ മരംകൊട്ടിപ്പാട്ടും പാലക്കാട് ജില്ലയിലെ നാട്ടുപുറാട്ട് പാട്ടുമാണ് സംഘം പാടിയത്. പാടാനുള്ള 10 മിനിറ്റിൽ ഇവർ കാണികളെ കയ്യിലെടുത്തു. തെക്കുമലയാളത്തിന്റെ ദിക്കുദേശം തന്നെ മത്സരത്തിന് 14 ടീമുകളാണ് ഉണ്ടായിരുന്നത്. പഴഞ്ഞി സംഘത്തിലുണ്ടായിരുന്നത് 4 പെൺകുട്ടികളും 2 ആൺകുട്ടികളും. അക്കിക്കാവ് സ്വദേശി രമേശാണ് നാടൻപാട്ടിൽ ഇവരുടെ ഗുരു.
കഴിഞ്ഞ തവണ സംസ്ഥാന കലോത്സവത്തിൽ ഈ സംഘത്തിനായിരുന്നു ഒന്നാം സ്ഥാനം. സ്കൂളിലെ അധ്യാപകരുടെ പിന്തുണയാണ് തങ്ങളുടെ മികച്ച പ്രകടനത്തിന് കാരണമെന്ന് പഴഞ്ഞിയിലെ ചുണക്കുട്ടികൾ പറയുന്നു. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് അപ്പീലുകൾ കുറവായിരുന്നു ഇത്തവണ. കലാമേളയുടെ അവസാന ദിവസം വരെ 261 അപ്പീലുകളാണ് ലഭിച്ചത്. കഴിഞ്ഞ വർഷമാകെ 320 അപ്പീലുകളായിരുന്നു മൊത്തം ലഭിച്ചത്. 1500 രൂപയാണ് ഒരു അപ്പീലിനായി കെട്ടിവെക്കേണ്ടത്. വിധികർത്താക്കളെ സംബന്ധിച്ചും വേദികളുടെ പോരായ്മകളുമെല്ലാമാണ് പ്രധാനമായും പരാതിയായി ഉയർന്നത്. അപ്പീലുകൾ കമ്മിറ്റി പരിഗണിച്ച് തീർപ്പ് കൽപ്പിച്ചു വരികയാണെന്ന് കമ്മിറ്റിയുടെ ചുമതലയുള്ള PS ബിനോയ് പറഞ്ഞു. കഴിഞ്ഞ വർഷം ഈ ടൈമാക്കിന് ഒരു 300 അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം 260 എത്തിയിട്ടുള്ളൂ. താരതമ്യേന കുറവ് തന്നെയായിരിക്കുമല്ലോ എന്തായാലും. അപ്പീൽ കമ്മിറ്റി ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഒരു സ്റ്റേജ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കും സാങ്കേതിക തകരാറെന്നാണ് പറഞ്ഞിട്ട് പോകുന്നത്. ജഡ്ജസിൻ്റെ ഉണ്ട്, താരതമ്യേന കുറവാണ്. നാടകവേദിയിലെ ശബ്ദവെളിച്ച ക്രമീകരണത്തിലെ അപാകതകൾ സംബന്ധിച്ച് രണ്ടാം ദിനത്തിൽ പരാതി ഉയർന്നിരുന്നു. കഴിഞ്ഞ ദിവസം ടൗൺഹാളിലെ വേദിയിൽ പരിചമുട്ട് സംഘത്തിലെ മത്സരാർത്ഥികൾ തെന്നിവീണ് അപകടമുണ്ടായി. പരിചമുട്ടുകളിയിലെ മത്സരാർത്ഥിക്ക് വാളുകൊണ്ട് മുറിവേറ്റ സംഭവം കലോത്സവത്തിന്റെ നിറം കെടുത്തുന്നതായിരുന്നു. വിധികർത്താക്കൾക്കെതിരെ ഭീഷണി ഉയർന്നതും പണം കൊടുത്ത് സ്വാധീനിക്കാൻ ശ്രമിച്ചതും കലോത്സവത്തിന്റെ തുടക്കം മുതലേ ചർച്ചാ വിഷയമായിരുന്നു. മത്സരം സമയത്ത് തുടങ്ങാതിരുന്നതും പരിശീലകരായി എത്തിയവരിൽ പലരുടെയും ശിഷ്യന്മാർ വിധികർത്താക്കളായി വന്നതും ആക്ഷേപങ്ങൾക്ക് കാരണമായി. ജിയോ സണ്ണി, ടീം TCV. കലോത്സവ വാർത്തകളിൽ ഇനിയൊരു ഇടവേള. ക്യാമറ കണ്ണുകൾ ചവിട്ടുനാടക വേദിയിലേക്ക്. തബലയിൽ ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും ചെറുതുരുത്തി ബ്രദേഴ്സിനെ വിജയക്കിരീടം. തബലയിൽ മാന്ത്രിക വിരലുകൾ കൊണ്ട് നാദപ്രപഞ്ചമൊരുക്കിയാണ് ഈ ചെറുതുരുത്തി ബ്രദേഴ്സ് ഒന്നാം സ്ഥാനം തട്ടിയെടുത്തത്. ചെറുതുരുത്തി GHSS ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇരുവരും. തൃശൂർ ചേതനയിൽ തുടക്കമിട്ട തബല അഭ്യസനം പിന്നീട് കൽക്കത്തയിലേക്ക് പറിച്ചു നട്ടു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഷഹീറും ഹൈസ്കൂൾ വിഭാഗത്തിൽ സാഹിറും കിരീടം ചൂടിയപ്പോൾ തബലയിലെ ചെറുതുരുത്തി ബ്രദേഴ്സിന്റെ ആധിപത്യം പൂർണ്ണമാകുകയായിരുന്നു. ചെറുതുരുത്തി നാസർ ഷെമീന ദമ്പതികളുടെ മക്കളാണ് ഈ കലാകാരന്മാർ. ഹിന്ദുസ്ഥാനി വാദ്യമായതിനാൽ അതിന്റെ തനിമ അഭ്യസിക്കുന്നതിനായാണ് കൽക്കത്തയിൽ തബല പഠിക്കാൻ പോയതെന്നാണ് ഇവരുടെ പക്ഷം. കൽക്കട്ടയിലാണ് ഞാൻ പഠിക്കുന്നത്. ആദ്യം തൃശ്ശൂർ പഠിച്ചിരുന്നു, ചേതന മ്യൂസിക് അക്കാഡമിയിൽ. ഉണ്ണിരാജ് മാസ്റ്ററുടെ കീഴിലാണ് ഞങ്ങൾ തുടക്കം കുറിച്ചത്. അവിടുന്ന് ഞങ്ങൾ കൽക്കട്ടയിലേക്ക് പോയി. കൽക്കട്ടയിൽ ആണ് ഞങ്ങളിപ്പോൾ പഠിക്കുന്നത്. പണ്ഡിറ്റ് ശുഭങ്കർ ബാനർജിയുടെ കീഴിലാണ് പഠിക്കുന്നത്. തബല എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാനി ആയതുകൊണ്ട് തന്നെയാണ് ഏറ്റവും തബലയുടെ മെയിൻ ഭാഗമായ കൽക്കട്ടയിലേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചത്. തബലയിലെ മുടിചൂടാമന്നനും ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനുമായ ശുഭാങ്കർ ബാനർജിയുടെ ശിഷ്യന്മാരാണ് ഇരുവരും.
അവധിക്കാലത്താണ് കൊൽക്കത്തയിലെ ഇവരുടെ തബല പഠനം. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ പ്രാവീണ്യം നേടി കലയുടെ വിശാലമായ ലോകത്തേക്ക് പതുക്കെ പതുക്കെ കൊട്ടിക്കയറാനാണ് ഇവരുടെ ലക്ഷ്യം. ജിയോ സണ്ണി, ടീം TCV. കലോത്സവ വേദിയിൽ ABVPയുടെ സമരം. സംസ്കൃത വിഭാഗത്തെ അവഗണിച്ചു എന്നാരോപിച്ചായിരുന്നു സമരം. കലോത്സവത്തിൽ സംസ്കൃതത്തെ അപമാനിച്ചു എന്നാരോപിച്ച് ABVP പ്രവർത്തകരുടെ സമരം. സംസ്കൃതോത്സവത്തിലെ വിവിധ ഇനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയില്ലെന്നും പല മത്സരങ്ങളും തടസ്സപ്പെട്ടുവെന്നും ആരോപിച്ചാണ് ABVP പ്രവർത്തകർ വായി മൂടിക്കെട്ടി പ്രധാന വേദിയായ ശ്രീകൃഷ്ണ സ്കൂളിൽ സമരം നടത്തിയത്. ഇവരെ പിന്നീട് പോലീസ് എത്തി നീക്കം ചെയ്തു. പാട്ട് ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? അതും നാടൻ പാട്ട്. നാടൻ പാട്ട് കേട്ടുവരാം. കലോത്സവം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരോട് സംഘാടക സമിതിയുടെ അപമര്യാദയായ പെരുമാറ്റം. മാധ്യമപ്രവർത്തകർക്കെതിരെ പബ്ലിസിറ്റി ജോയിന്റ് കൺവീനറുടെ ധിക്കാരപരമായ പെരുമാറ്റത്തിൽ പ്രതിഷേധമുയർന്നു. കലോത്സവത്തിന്റെ മീഡിയ സെന്ററിലുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരോട് ഇയാൾ തട്ടിക്കയറുകയായിരുന്നു. എല്ലാവരും പാസ് ധരിച്ചിരിക്കണമെന്നും അല്ലാത്തവരോട് ഇറങ്ങിപ്പോകാനും സജീവൻ നമ്പിയത്ത് എന്ന വ്യക്തി ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ അങ്ങനെയൊരു തീരുമാനമില്ലെന്ന് മീഡിയ കൺവീനർ പറഞ്ഞു. തുടർന്ന് മാധ്യമപ്രവർത്തകരോട് ക്ഷമ പറഞ്ഞാണ് പ്രശ്നം പരിഹരിച്ചത്. വഞ്ചിപ്പാട്ടിൽ പ്രകടമായത് പെൺകോയ്മ. ഉലക്കയുമായി വേദിക്കരികിലേക്ക് കടന്നുവരുന്ന മത്സരാർത്ഥികളെ കണ്ട് സംഘാടകരും പോലീസും ആദ്യമൊന്ന് പകച്ചെങ്കിലും വഞ്ചിപ്പാട്ടിനുള്ള പ്രോപ്പർട്ടിയാണെന്ന് തിരിച്ചറിഞ്ഞതോടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. ഉലക്ക കൊണ്ട് താളം പിടിച്ച് തോർത്ത് ചുഴറ്റി ആവേശത്തോടെ തുഴയെറിഞ്ഞ മത്സരാർത്ഥികൾ വള്ളംകളിയുടെ ആവേശം വേദിയിൽ പകർന്നു. ആറന്മുള ശൈലി, കുട്ടനാടൻ ശൈലി എന്നിങ്ങനെയുള്ള പാട്ടും ചുവടുകളുമായിരുന്നു വേദിയിൽ പ്രകടമായത്. കുചേലവൃത്തം, വെച്ചുപാട്ട്, ശ്രീകൃഷ്ണ ചരിതം എന്നിവയും വഞ്ചിപ്പാട്ടിൽ അവതരിപ്പിക്കപ്പെട്ടു.
ശ്രീകൃഷ്ണന്റെ ബാലലീലകൾ വഞ്ചിപ്പാട്ടിന്റെ ഈണത്തിൽ അവതരിപ്പിച്ച തൃശൂർ സെന്റ് ആൻസ് സ്കൂളിന്റെ അവതരണം ശ്രദ്ധേയമായിരുന്നു. കേരളീയ വസ്ത്രങ്ങളായിരുന്നു വഞ്ചിപ്പാട്ട് വേദിയിൽ പ്രകടമായത്. സെറ്റുമുണ്ടും കേരള സാരിയുമായിരുന്നു പെൺകുട്ടികളുടെ വേഷം. നാടൻ ശൈലിയിൽ മുണ്ടും ബ്ലൗസും അണിഞ്ഞെത്തിയ പെൺപടയും കൈലിയും ബനിയിലും ധരിച്ചെത്തിയ ആൺകുട്ടികളും വഞ്ചിപ്പാട്ടിന്റെ ഈണങ്ങളുമായി വേദിയെ ത്രസിപ്പിച്ചു. ജിയോ സണ്ണി, ടീം TCV. കലോത്സവത്തിന്റെ സമാപന ദിനത്തിൽ പാലടപ്രഥമനടങ്ങിയ സദ്യ. കലോത്സവത്തിന്റെ സമാപന ദിനത്തിൽ വിളമ്പിയത് പാലടപ്രഥമനടങ്ങിയ സദ്യ. ഗുരുവായൂർ നഗരസഭയായിരുന്നു സമാപന ദിനത്തിൽ ഭക്ഷണമൊരുക്കിയത്. 3000-ഓളം പേരാണ് ഉച്ചഭക്ഷണം കഴിച്ചത്. അവിയൽ, കൂട്ടുകറി, മോര്, അച്ചാർ, പപ്പടം, സാമ്പാർ എന്നിവയടങ്ങിയതായിരുന്നു സദ്യ. എല്ലാ ദിവസവും വാഴയിലയിലാണ് സദ്യ വിളമ്പിയിരുന്നത്. ഇനി ചില മത്സരവേദികളിൽ പോയി വരാം. ഇരുപത്തിയാറാമത് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക വാർത്താ ബുള്ളറ്റിനിൽ കലോത്സവത്തിന്റെ ഓരോ തുടിപ്പും പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കാൻ TCV ശ്രമിച്ചിട്ടുണ്ട്. കലോത്സവ വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. ഇനി സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി പാലക്കാട് കാണാം. നമസ്കാരം.